ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രീൻ ലീവ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാറ്റ്സ് ഗ്ലോ പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്ലാന്റ് നിങ്ങൾ എത്ര വർഷമായി വെച്ചിട്ട്, അതുപോലെ ഇത് ഫ്ലവറിങ് ആവാൻ പൂക്കളൊക്കെ വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു കാറ്റ്സ് ഗ്ലോ പ്ലാന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ മാറുമല്ലോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നിങ്ങൾ ചോദിച്ചൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇത് എത്ര വർഷമായി ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം ഒരു 4 വർഷത്തോളമായിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് വെച്ചിട്ട് ഒരു 4 ചട്ടിയിലായിട്ട് 4 പ്ലാന്റ് വാങ്ങിച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് താഴെ നിന്ന് വളർന്നു പോയിട്ടുള്ള ഒരു ഭാഗം ഈ മതിലിൻ്റെ ഓരോ ഗ്യാപ്പിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാറ്റ്സ് ഗ്ലോ പ്ലാന്റിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നമ്മൾ കൊറിയർ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ അയച്ചു തരിക. ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തരിക. അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതുപോലെ പടർന്ന് പന്തലിച്ചൊരു പ്ലാന്റ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഒരുപാട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഇതുപോലെയുള്ള കട്ടിങ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പ്ലാന്റിൻ്റെ നല്ല തൂമ്പ് ഭാഗമല്ല, കുറച്ചുകൂടെ മൂപ്പെത്തിയ സ്റ്റെമ്മാണ് നമുക്കിതിന് വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ ഞാനിത് ഇതുപോലെയുള്ള കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു പോട്ടി മിക്സ് ആയിട്ട് ജസ്റ്റ് മണലും മണ്ണും കൂടെ മിക്സ് ചെയ്തൊരു പോട്ടി മിക്സിലാണ് കേട്ടോ ഞാനിത് റൂട്ട് വരുത്തുന്നത്. നമുക്ക് വേറെ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യണ്ട. വളങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുക, വേഗം വേര് പിടിക്കാനൊക്കെ പ്രയാസമാണ്. ചിലപ്പം പ്ലാന്റ് ഉണങ്ങി പോവുക ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് പുഴയിൽ നിന്ന് കിട്ടുന്ന മണലും അതുപോലെ മണ്ണും കൂടെ മിക്സ് ചെയ്തൊരു പോട്ടി മിക്സിലാണ് നമ്മളിത് പോട്ട് ചെയ്യുന്നത് കേട്ടോ. അത് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു അടിഭാഗത്തുള്ള ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാ കണ്ടല്ലോ, ഇതുപോലെ ഒരു 2 നോഡിലുള്ള ലീവ്സൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ പ്ലാന്റ് വെച്ച് കൊടുക്കുന്ന ഭാഗത്ത് ഓരോ ഹോൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ 3 കട്ടിങ്സാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ വരുന്നത്. ഇനി ഈ ഒരു പ്ലാന്റിനെ നമുക്കൊരു 2-3 ആഴ്ചത്തോളം ഷെയ്ഡിൽ വെക്കണം. അതായത് ഇത് വേരൊക്കെ പിടിച്ച് പുതിയ ലീവ്സൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഇത് വേരൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്ലാന്റിനെ അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വേര് പിടിപ്പിച്ചൊരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ മണ്ണും മണലും മാത്രം ഉള്ള ഒരു മിക്സിലേക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് റീപോർട്ട് ചെയ്യാനുള്ളൊരു സമയമായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ വേരൊക്കെ ഈ ഒരു പോട്ടിൽ നന്നായിട്ട് നിറഞ്ഞിട്ട് ഇതിൻ്റെ അടിഭാഗത്തൂടെ വേര് പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ ഇരുന്നാൽ അത് മുരടിച്ച് പോകും. അപ്പോൾ നമുക്കത് റീപോർട്ട് ചെയ്യണം. റീപോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം വളങ്ങളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു പോട്ടി മിക്സ് ആയിരിക്കണം നമ്മളിത് വെക്കുമ്പോൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ അത് പോട്ട് ചെയ്യാനുള്ളൊരു പോട്ടി മിക്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മണ്ണും മണലും കൂടെ ഉള്ള ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ അത് ചാണകപ്പൊടിയാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ കുറച്ച് എല്ലുപൊടി മിക്സും കൂടെ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണത്. അപ്പോൾ അതും കൂടെയാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലാണ് ഒരു 3/4 ചട്ടി മണ്ണും മണലും കൂടെ മിക്സ് ആയത്. അതുപോലെ ഒരു 1/2 ചട്ടി നമുക്ക് ചാണകപ്പൊടി എടുക്കാം. പിന്നെ എന്താ പറയുക, എല്ലുപൊടി കുറഞ്ഞ അളവിൽ മാത്രം, ഇതിൽ കാണിച്ച പോലെ കുറഞ്ഞ അളവിലേക്ക്. പിന്നെ നമുക്ക് സാഫും കൂടെയാണ് അതിലേക്ക് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് വേറൊരു ചട്ടിയിലേക്കാണ്, വലിയൊരു ചട്ടിയിലേക്കാണ്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള വളങ്ങളും കാര്യങ്ങളും ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് റീപോർട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള ഒരു ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് കല്ലോ ഓടിൻ്റെ കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക, വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ ഒരു പകുതി ഭാഗത്തോളം പോട്ടി മിക്സ് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ വേരിനൊന്നും വലിയ ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ ഇതുപോലെ എടുക്കുക. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതിലേക്ക് ഇറക്കി വെച്ച്
കൊടുക്കുക. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പോട്ടി മിക്സും കൂടെ നമ്മളിട്ടിട്ട് ഒരു പ്ലാന്റ് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു റീപോട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ചെടി നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർന്നു വരുന്നതിനനുസരിച്ച് ഇതിൽ നമുക്കൊരു സപ്പോർട്ടൊക്കെ കൊടുക്കാം. അതല്ലെങ്കിൽ പ്ലാന്റ് നമുക്ക് മണ്ണിലേക്ക് മാറ്റി നട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ, ഞാൻ റിപ്ലൈ തരാം. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.